ഈ പുണ്യദിനത്തിൽ നമ്മളോടൊപ്പം ആർച്ച് ഡീക്കനായി ആയിരിക്കുന്ന OCD മലബാർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആദരണീയനായ പീറ്റർ ചക്കിയാത്തച്ച, കർമ്മലാരാം തിയോളജി കോളേജിൻ്റെ റെക്ടർ വെരി റവറൻഡ് ഫാദർ വർഗീസ് ചിറ്റൂപ്പറമ്പിലച്ച, ഡീക്കൻ അഖിലിൻ്റെ മാതാപിതാക്കള്, പ്രിയപ്പെട്ട വർക്കിച്ചേട്ടനും ക്ലാരമ്മ ചേച്ചിയും, സഹോദരങ്ങള് സോണി, സോമിയ, അമൽ, അവരുടെ ജീവിത പങ്കാളികൾ ബ്രൂസ്, ആരാണ് ബ്രൂസ് സൈജോ, ഡീക്കൻ റോബിൻ്റെ മാതാപിതാക്കള്, പ്രിയപ്പെട്ട റെജി, ജോളി ചേച്ചി, അതുപോലെ സഹോദരൻ റോണി, റോസ്മേരി, അല്ലേ, ഗ്രാൻഡ് പേരൻസായി വല്യപ്പച്ചനും വല്യമ്മച്ചിയായുള്ള പ്രിയപ്പെട്ട ചാക്കോച്ചൻ, അന്നമ്മ. വല്യപ്പനെന്ത് ഇതുണ്ടോ? ഗുഡ്. പ്രിയമുള്ളവരെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹദായകവും സന്തോഷപ്രദവുമായ ത്തിലാണ് നാം ആയിരിക്കുക. നമുക്ക് പ്രിയപ്പെട്ടവരായ ഈ മക്കൾ രണ്ടുപേരും ഇന്ന് മുതൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഈ ഭൂമിയിലെ പ്രതിനിധികളായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം. അവരോട് ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എങ്ങനെയാണ് സെമിനാരിയിൽ ചേരാനിട വന്നത്? അപ്പോൾ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഒരാൾ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൈപൊക്കിയപ്പോൾ മറ്റേ ആളും കൈപൊക്കിയതേ ഉള്ളെന്നാണ്. ആരാണ് ആദ്യം പൊക്കിയത് എന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ അങ്ങനെ ഒരാളുടെ കൂടെ അങ്ങ് പോയി. അത് ദൈവവിളി, അങ്ങനെയൊക്കെ ദൈവവിളി കിട്ടാറുണ്ട്, അല്ലേ? ദൈവവിളി അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിക്കുമ്പം പറയുന്നുണ്ട്, ഈശോ അന്ത്രയോസിനെ വിളിച്ചു, അന്ത്രയോസ് എന്ന് പത്രോസിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി, അല്ലേ? അതുപോലെ തന്നെ നഥാനിയേലിനെ ചെന്ന് പത്രോസാണ് വിളിച്ചുകൊണ്ടുവരിക. അതായത് ദൈവം പലപ്പോഴും മറ്റുള്ളവരിലൂടെ വിളിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവർ 1ാം ക്ലാസ് മുതൽ തിയോളജി വരെയും മുഴുവനും ഒരുമിച്ച് പഠിച്ചു എന്നാണ്. ഇവരിനി 2 സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യാൻ പ്രൊവിൻഷ്യാളച്ചന് പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞ റീജൻസി കാലം ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു സൗഹൃദവും പരസ്പരമുള്ള ബലപ്പെടുത്തലും തീർച്ചയായും പൗരോഹിത്യത്തിൽ തുടർന്ന് നിങ്ങൾക്ക് അനുഗ്രഹവും ഭാഗ്യവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇരുവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ നന്മയും ദൈവാനുഗ്രഹങ്ങളും പൗരോഹിത്യ വഴിയിലെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് നടക്കുന്ന ഈ തിരുപ്പട്ട ശുശ്രൂഷയുടെ അർത്ഥമെന്ത് എന്ന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത് തിരുവചനങ്ങളിലൂടെ. വചനത്തിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നത്, ദൈവ പൗരോഹിത്യം എന്നത് ദൈവ വിളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവത്തിന് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വായിച്ചു കേട്ടതെല്ലാം ദൈവവിളിയെ കുറിച്ചാണ് എന്ന് ശ്രദ്ധാപൂർവം ശ്രവിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ വായന ദൈവമായ കർത്താവ് മോശയെ വിളിക്കും. 2ാമത്തെ വായനയിൽ ദൈവം അബ്രാഹത്തെ വിളിക്കും. ദൈവം വിളിക്കുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന് ഹെബ്രായ ലേഖന കർത്താവ് പറഞ്ഞു.
ഈശോ 12 അപ്പസ്തോലന്മാരെ വിളിക്കുന്നതാണ് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത്. അതുകൊണ്ട് ദൈവവിളിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക. ദൈവം ഒരാളെ വിളിക്കുന്നതിൻ്റെ കാരണം ആ വ്യക്തിയെ ദൈവം അത്രമാത്രം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിയുമായി ദൈവമായ കർത്താവ് ഒരു ഹൃദയബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ചിലരോട് അന്യായമായി കൂട്ടുകൂടും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അന്യായമായി എന്ന് പറഞ്ഞാൽ ന്യായമായി ചിന്തിച്ചാൽ കൂട്ടുകൂടാൻ പറ്റാത്തവന്മാരാണ് അവര് എന്നുള്ളതാണ് സത്യം, അല്ലേ? ദൈവം അബ്രാഹത്തെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം തന്നെ പറയുക, എൻ്റെ പ്രിയപ്പെട്ടവനായ അബ്രാഹത്തോട് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സോദോം ഗോമോറ നശിപ്പിക്കുക? അതുകൊണ്ട് ഞാൻ അവനോട് ആലോചന ചോദിക്കാൻ പോവുക. ദൈവം തന്നെ പറയും. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ആലോചന ചോദിക്കാതെ ദൈവമായ കർത്താവ് യാതൊന്നും ചെയ്യുന്നില്ല എന്ന്. പ്രിയ മക്കളെ, നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ ആലോചനാ സംഘത്തിൽ അംഗമായിരിക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. രൂപതയിൽ കൺസൾട്ടേഴ്സ് ബോഡി എന്ന് പറയുന്ന ഒരു പ്രധാന വകുപ്പാണ്, അല്ലേ? നിങ്ങളുടെ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന പോലെയാണ്. തമ്പുരാൻ കർത്താവിൻ്റെ കൗൺസിലേഴ്സായി നിങ്ങളെ ദൈവം മാറ്റി. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. നമ്മളോട് ആലോചന ചോദിക്കാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് അത് എത്രയോ വലിയ പരിഗണനയാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മോട് ആലോചന ചോദിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്കതൊന്നും കേൾക്കാൻ നേരമില്ല. തമ്പുരാന്റെ മുമ്പിൽ പോയിരുന്നാലേ നമുക്ക് ആലോചന ചോദിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്ന പുരോഹിതന് മാത്രമേ കർത്താവ് തന്നോട് ആലോചന ചോദിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയുന്ന അനുഭവം ഉണ്ടാകൂ. ദൈവവിളി എന്ന് പറയുന്നത് പ്രിയ മക്കളെ തമ്പുരാനുമായിട്ടുള്ള ഹൃദയബന്ധമാണ്, ആത്മബന്ധമാണ്. ആത്മബന്ധം എന്ന് പറയുന്നത് നിരന്തര സമ്പർക്കത്തിലൂടെ മാത്രമേ ശക്തമാവുകയുള്ളൂ. 1-ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേരുണ്ടായിരുന്നു. അവരുമായിട്ടൊന്നും നിങ്ങൾക്ക് സൗഹൃദമില്ല ഉണ്ടോ? ഇപ്പം സൗഹൃദമുണ്ട്, വഴിക്കേണ്ട മിണ്ടുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്രമേൽ ആഴമേറിയ ഒരാത്മബന്ധം രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിരന്തര സമ്പർക്കത്തിലാണ്, അല്ലേ? ദൈവത്തിന്റെ വിളിയുടെ അർത്ഥവും അത് തന്നെയാണ്. ഏതൊരു വൈദികനാണോ സമർപ്പിതയാണോ ദൈവവുമായി നിരന്തരം സമ്പർക്കത്തിലായിരിക്കുന്നത്, ആ വ്യക്തിക്ക് ദൈവമായ കർത്താവ് എപ്പോഴും തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. നിങ്ങൾക്ക് ദൈവഹിതം അറിയണം എന്നുണ്ട് എങ്കിൽ ദൈവത്തിനു മുമ്പിൽ അബ്രാഹത്തെ പോലെ ഇരിക്കണം. ഈ അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാഹമേ നീ ഒരു അനുഗ്രഹമാണ്. പ്രിയ മക്കളെ, ദൈവവിളി എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അനുഗ്രഹമാകാൻ വേണ്ടി. ഈ മക്കൾ കടന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവര് നിങ്ങളുടെ വീട്ടിൽ കയറി വന്നാൽ അത് ദൈവം വന്നതിന് തുല്യമായ അനുഗ്രഹം തരാൻ ദൈവം അവരെ നിയോഗിച്ചിരിക്കുക. ലോത്തും ലോത്തിന്റെ കുടുംബവും ദ്രവ്യാഗ്രഹികളും സഹോദര സ്നേഹം ഇല്ലാത്തവന്മാരും ദുഷ്ടന്മാരും. പക്ഷേ ദൈവം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനായ അബ്രാഹത്തെ പ്രതി ലോത്തിനെ, അവന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കുക. താൻ തെരഞ്ഞെടുത്തവരോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. പൗരോഹിത്യം സ്വീകരിക്കുന്നത് വഴി
പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാവും. ചിലരൊക്കെ പരദൂഷണം പറയാറുണ്ട്. ആ വ്യക്തി അച്ഛനായതോടെ അവരുടെ വീട്ടിന് ഭയങ്കര ഐശ്വര്യമാണ്, അച്ഛൻ എവിടുന്നോ കുറേ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വല്ലതും ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ നിങ്ങൾ പരദൂഷണം പറയണ്ട, അതൊരു ദൈവാനുഗ്രഹമാണ്. ഒരു മകനെ കർത്താവിന് പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ആ കുടുംബത്തെ ഐശ്വര്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. വൈദികർക്ക് അങ്ങനെ കാര്യമായ സമ്പാദ്യങ്ങളൊന്നും വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കാനും സാധിക്കുക. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും കൊടുക്കരുത്. നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വീട്ടുകാർ രക്ഷപ്പെടുകയല്ല, അവർ വഴക്കുണ്ടാക്കി കലഹിച്ചു പോകുമോ. അതുകൊണ്ട് അച്ഛന്മാരാരും വീട്ടിലൊന്നും കൊണ്ടുപോയി കൊടുക്കരുത്. അത് വീടിന് ഗുണമല്ല, ദോഷമാണ്. ഇന്നലെ രാത്രി ഞാൻ എറണാകുളത്ത് സമാനമായൊരു കുടുംബത്തർക്കം പരിഹരിക്കാൻ വലിയ തുക ഒരച്ഛൻ്റെ പേരിലുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്. അവരെ എങ്ങനെയെങ്കിലും അനുരഞ്ജനപ്പെടുത്താൻ വേണ്ടി വീട്ടുകാർ അവസാനം എൻ്റെ അടുക്കൽ വന്നത്. ഇതെല്ലാം ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തന്നെയാണ് അനുഗ്രഹം, അല്ലാതെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന എന്തെങ്കിലും അല്ല അനുഗ്രഹം. We ourselves are the blessings. പ്രിയ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അനുഗ്രഹമാണ് എന്ന സത്യം, നിങ്ങൾ നിങ്ങളുടെ സഭയുടെ അനുഗ്രഹമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അനുഗ്രഹമാകാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവവിളി എന്ന് പറയുന്നത് അനുഗ്രഹമാകാനുള്ളതാണ്. അവർ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ സത്യം സത്യമായും ദൈവമാണ് ആശീർവദിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു. അവർ കുമ്പസാരക്കൂട്ടിലിരുന്ന് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപം മോചിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, സത്യം സത്യമായും നാം വിശ്വസിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ ഭാരം എന്നേക്കുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എടുത്തു നീക്കി എന്ന്. അതാണ് പുരോഹിതനെ ദൈവം വിളിച്ചത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് എന്ന പരമമായ സത്യം നമ്മൾ ഓർക്കുക. ഈ വിളികൾ കിട്ടിയ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ വിളി സ്വീകരിക്കാൻ. അത് ഈ ദൈവവിളിയുടെ ഒരു രഹസ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. There is an asymmetry in vocation എന്ന് എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം വിളിക്കുന്നു, ആളുകൾക്ക് താല്പര്യം, പോകാൻ മനസ്സില്ല, അല്ലേ? മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞ, എനിക്ക് വയ്യ ദൈവമേ, വയസ്സായി, വടികുത്തിയാ നടക്കുക, ഇനി എന്നെ കൊണ്ട് പറ്റിയ ഞാൻ വരിക. ജെറമിയായെ വിളിച്ചപ്പോ എന്താ ജെറമിയ പറഞ്ഞേ? ഞാൻ ബാലനാണ്, കൊച്ചാണ്, എനിക്ക് ഇനി ഒരുപാട് നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിന്റെ പുറകെ വരാനൊന്നും പറ്റിയ. ദൈവം പറഞ്ഞു, നീ വന്നേ പറ്റൂ. ഈ ദൈവവിളിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ദൈവവിളി എന്ന് പറയുന്നത് നമുക്ക് തോന്നിയ ഒരു ഇഷ്ടമോ താല്പര്യമോ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കൊച്ചുനാൾ മുതല് ഒരു വികാരിച്ച നല്ല കുർബാന കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇന്നാ അങ്ങനെ കുർബാനയ്ക്ക് ഇന്നാ പോയി അച്ഛനായേക്കാം എന്ന് തോന്നും. അങ്ങനെ വന്നവരൊക്കെ സഭയുടെ ഉപ്പുമാവും തിന്നേച്ച് തിരിച്ചു പോവുകയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മറിച്ച് എന്താണ് ഈ ദൈവവിളി എന്ന് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. അതൊരു കൽപ്പനയാണ്. ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. വിളിച്ചാ പറ്റിയല്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടുന്ന് നമ്മളെ അതിനു വേണ്ടി കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചൊരു ഉത്തരം എനിക്ക് ലഭിച്ചത് ആമോസിന്റെ തന്നെ പ്രവചനത്തിലാണ്. ആമോസിന്റെ പ്രവചനം 3:8 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: സിംഹം ഗർജിച്ചു. ആർക്കാണ് അവഗണിക്കാൻ പറ്റും? ഒരു സിംഹം ഇങ്ങോട്ട് കയറി വന്നു, ഒറ്റ ഗർജനം, എന്ത് സംഭവിക്കും? ഇപ്പം സിംഹവും പുലിയൊക്കെ എവിടെയും വരാവുന്ന അവസ്ഥയാണ്, അല്ലേ? കയറി വന്നു ഗർജിച്ചാൽ എന്ത് സംഭവിക്കും?
പട്ടമാണെന്നൊന്നും വിചാരിക്കുകയല്ല, സർവ്വ മനുഷ്യരും ഓടി രക്ഷപ്പെടും അല്ലേ? ഷമ്മാശന്മാരാദ്യം ഓടാനാണ് സാധ്യത. ഒരാള് മാത്രം ശേഷിക്കുമെന്ന് ഞാൻ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ പറയാറുണ്ട്. ആരായിരിക്കും? ഞാൻ നിൽക്കുകയല്ല, നീ തെറ്റിദ്ധരിക്കരുത്, ഞാനല്ല. സിംഹം ആരെയാണോ എന്ന് ആദ്യം കടിച്ചു പിടിച്ചത് അവനൊഴികെ ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെടും. അത്രയ്ക്ക് കഷ്ടമാണ്. അതാണ് ഈ ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറ്. സിംഹം ഗർജിച്ചു, ആർക്കാണ് അവഗണിക്കാൻ കഴിയുക? കർത്താവ് കൽപ്പിച്ചു, ആർക്കാണ് അനുഗമിക്കാതിരിക്കാൻ പറ്റുക? അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചു, അല്ലാണ്ട് ഒരാള് കൈപൊക്കിയത് കണ്ട് നിങ്ങൾ വെറുതെ പോയതല്ല. ഇറ്റ് വാസ് എ ഡിവൈൻ ഇമ്പരേറ്റീവ്. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരണം. പോകാതിരിക്കാൻ എന്തെല്ലാം ഒഴിവുകഴിവുകൾ ഉണ്ടെങ്കിലും കർത്താവ് കർക്കശമായി പറയും, നീ എന്തിനാ പേടിക്കേണ്ടത്? നിനക്ക് വയസ്സായിട്ടുണ്ടാകാം, നീ ചെറുപ്പമായിരിക്കാം, അതെന്റെ വിളിയെ ഒരു വിധത്തിലും ദുർബലപ്പെടുത്തുന്നില്ല. കാരണം നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. നീ എന്തോ ആലോചിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നിന്റെ കഴിവും സാമർഥ്യവും ഞാൻ പരിഗണിക്കേണ്ടതുള്ളൂ. പക്ഷേ നീ ചെയ്യേണ്ടതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ, നീ പറയേണ്ടതൊക്കെയും ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് എങ്കിൽ പിന്നെ നിന്റെ കഴിവും സാമർഥ്യവും ദൈവത്തിന് ആവശ്യമില്ല. പ്രിയമക്കളെ, റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് ഹൃദ്യമായി പറഞ്ഞു വയ്ക്കുന്നു. 9-ാം അധ്യായത്തില് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, പിന്നെയോ ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ദൈവത്തിന്റെ ദയയാണ്. ഈ ദയയുടെ പേരാണ് ദൈവകൽപ്പന എന്ന്. ദൈവം നിങ്ങളോട് കാണിച്ച ഈ കരുതൽ, കാരുണ്യമാണ് ദൈവവിളി എന്നോർക്കും. പലപ്പോഴും ഡീക്കന്മാര് അവരുടെ പട്ടത്തിനൊരുക്കമായ ധ്യാനം എല്ലാ വർഷവും ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ഡീക്കന്മാർ എന്നോട് പലപ്പോഴും കോൺഫറൻസ് വരുമ്പം ചോദിക്കും, പിതാവേ, ഞങ്ങൾക്ക് ഈ ദൈവവിളി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മൈനർ സെമിനാരി ചേർന്നപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്ന് പല തോന്നലുണ്ടായിരുന്നു. എന്നാൽ മേജർ സെമിനാരിൽ ഒന്ന് പോയേക്കാം, അവിടെ ആവുമ്പോൾ നല്ല തീറ്റയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അവിടെ ഒന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഡിഗ്രി പഠിക്കാൻ പറ്റും. എന്നാൽ ഡിഗ്രി കഴിയട്ടെ എന്നിട്ട് പോകുന്നു. റീജൻസിക്ക് ചെന്നപ്പോൾ നല്ല അച്ഛൻ്റെ കൂടെയാണ് ജോലി. ആ അച്ഛൻ്റെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ പോകണ്ടെന്ന് വെച്ചു. ഉടുപ്പിട്ട് കഴിഞ്ഞു. ഉടുപ്പിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് പോകാൻ പറ്റും. ഞങ്ങളുടെ ദൈവവിളിയാണോ? ഇവരെന്നോട് ചോദിക്കാറ്. ഞാൻ അവരോട് പറയുന്ന ഉത്തരം ഇതാണ്, മക്കളെ, അത് തന്നെയാണ് ഈ ദൈവവിളി എന്ന് പറയുന്നത്. അതായത് ഞാൻ ദൈവവിളിയെ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ മനസ്സ് വേണ്ട, പറ്റിയല്ല എന്നെല്ലാം പറയുമ്പോഴും തമ്പുരാനോട് അടിസ്ഥാനപരമായി നോ എന്ന് പറയാനാവാത്ത വിധം നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ ഏർപ്പെട്ട അദൃശ്യമായ സ്നേഹത്തിന്റെ ഒരു ഉടമ്പടിയാണ് ദൈവവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സമർപ്പിതരെ, വൈദികരെ, നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ തീരുമാനമോ ആഗ്രഹമോ പരിശ്രമമോ നമ്മുടെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ട് ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചതോ ഒന്നുമല്ല. ദൈവത്തോട് പറ്റില്ല എന്ന് പറയാനാവാത്ത വിധം ദൈവവും എൻ്റെ ആത്മാവും തമ്മിൽ നിത്യതയിൽ ഏർപ്പെട്ട ഒരു ഉടമ്പടിയാണ് എൻ്റെ ദൈവവിളി. തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൈവവിളിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന എഫേസ്യ ലേഖനം ആരംഭിക്കുന്നത്. ഓർക്കുക, ഈ ദൈവവിളിയുടെ അർത്ഥവും ആഴവും ശരിയായി ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഒരു അങ്കലാപ്പും ഉണ്ടാകില്ല. ഒന്നിനെ കുറിച്ചും
പരാതിയും പരിഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പല സമർപ്പിതരും വൈദികരും ഈ ദൈവവിളിയുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആശങ്കകളും സംശയങ്ങളും വിട്ടുമാറാത്തത് എന്നുള്ളത് ഞാൻ പലപ്പോഴും സങ്കടത്തോടെ തിരിച്ചറിയുന്ന സത്യമാണ്. ഓർക്കുക, ദൈവം വിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ വയസ്സനാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ പൊയ്ക്കോ, നീ എവിടെയെല്ലാം പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജെറമിയായോടും ദൈവം പറഞ്ഞു, ജെറമിയ, നീ സംസാരിക്കുമ്പോഴൊക്കെയും ഞാനാണ് സംസാരിക്കുക, പിന്നെ നീ എന്തിനാ ഭയപ്പെടുക? ദൈവം കൂടെയുണ്ട് എന്ന ഉത്തമ ബോധ്യമാണ് ദൈവവിളി. ദൈവവിളി എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഒരൊച്ച കേട്ട് ഇറങ്ങിപ്പോകുന്നതല്ല ദൈവവിളി. ദൈവവിളി എന്ന് പറയുന്നത്, പ്രിയ മക്കളെ, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം നിരന്തരം നിങ്ങൾക്ക് വേണ്ട ഒരു ബോധ്യമാണ് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. നമ്മുടെ രൂപതക്കാരനായ ഒരു പൈലറ്റ് പറപ്പിച്ച ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ എനിക്കിടവന്നു. ഞാൻ വിമാനത്തിൽ കയറി ചെന്നപ്പോൾ അവനെ ഇറങ്ങി വന്ന് എന്നെ ഗ്രീറ്റ് ചെയ്തു. ഞാൻ അവനെ അറിയുന്നതല്ല, പക്ഷെ അവൻ നമ്മുടെ ഒരു കൊച്ചാണ്. അവൻ വന്ന് ഗ്രീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവൻ വർത്താനം പറയണമെന്ന് പറഞ്ഞ് അവനും ഫ്ലൈറ്റ് കൊണ്ടുപോയി നിർത്തി. അവരിറങ്ങിപ്പോരും, എൻ്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പേടിയില്ലല്ലോ ഇത്രയും വലിയ ഉയരത്തിൽ ഈ വിമാനം പറപ്പിക്കും, ഇത് എങ്ങോട്ടാ പോകുന്നു, വല്ലോ പിടിയുണ്ടോ? ഈ ഒരു ദിക്കും തിരിയല്ല മണ്ടേ കയറി കഴിഞ്ഞു, എങ്ങനെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക? അപ്പോഴവൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പേടിക്കണ്ട, ഈ കൺട്രോൾ ടവറുകളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, ആ സിഗ്നൽ പോയാൽ ശരിക്കും ഞങ്ങൾ പേടിക്കും, ഇനി എങ്ങോട്ട് ഓടിക്കണ്ടെന്നൊരു പിടിയും. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് പൗരോഹിത്യത്തിൽ. യു ഹാവ് എ കൺട്രോൾ ടവർ. അത് ഈ പരിശുദ്ധ സക്രാരിയാണ്. അവനുമായുള്ള ആ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ, പ്രിയ മക്കളെ, പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എന്നതാ പറയുന്നത്, എന്താ ചെയ്തു കൂട്ടുന്നത്, ഒരു പിടിയും ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് കർമ്മലീത്ത സഭയുടെ പുണ്യങ്ങളായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും അഭിഷിക്തരാകുന്നത്. കർമ്മലീത്ത സഭയിൽ ചേർന്നിട്ട് ഇതെന്താന്ന് അറിയാതെയാണ് അവർ പോയി ചേർന്നതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഭാഗ്യം, അങ്ങനെ നിങ്ങൾക്ക് 2 അച്ഛന്മാരെ കിട്ടി എന്നുള്ളത്. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു, ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ കർമ്മലീത്ത സഭയെ ഇഷ്ടപ്പെട്ടത്, എന്താണ് കർമ്മലീത്ത സഭയെ നിങ്ങൾ പഠിച്ചത്? അപ്പൊ അവരെന്നോട് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ കർമ്മലീത്ത ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാണ്. അങ്ങനെ പറഞ്ഞതാണ് അല്ലേ? വാക്ക് മാറ്റരുത്. അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് കർമ്മലീത്ത ആധ്യാത്മികത. അങ്ങനെ ആയിരിക്കും ഡോക്ടർ വെച്ചാല് അച്ഛനാണ് ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് നമ്മൾ ചിലരോട് ചോദിക്കുകയല്ല, നിങ്ങളെയൊക്കെ ആരാ ഇത് പഠിപ്പിച്ചതെന്ന് ചോദിക്കുക. ഇവരെയൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇനി ഏതെങ്കിലും അച്ഛന്മാരെ കുറിച്ച് അങ്ങനെ ദോഷം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ റക്തച്ഛനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് വിചാരിച്ചാൽ മതി. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇതൊരു വലിയ സത്യമാണ്. അനുഭവിച്ചറിഞ്ഞതിനെ കൊടുക്കുമ്പോഴേ അത് ആത്മീയതയാകും. അല്ലെ അത് വെറും പ്രസംഗമായി മാറും, വെറും ഒരു ഫാൻസി ഡ്രസ്സും മിമിക്രിയുമായി അത് മാറും. അനുഭവിച്ചറിഞ്ഞതിനെ കൊടുക്കുന്ന മക്കളായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. 12 പേരുടെ പേര് വായിച്ചു നിർത്തിയപ്പോൾ ശരിക്കും എനിക്കും പേടി തോന്നി. ഈ പട്ടത്തിൽ ഇത് വായിക്കണ്ടായിരുന്നു. കാരണം എന്താ, അവസാനത്തെ പേര് ആരുടെ ആയിരുന്നു? യൂദാസ് കറിയോത്ത. ഈശോ തന്നെ തിരഞ്ഞെടുത്ത്, ഈശോ തന്നെ കൈവെപ്പ് കൊടുത്ത്, ഈശോ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിട്ടും യൂദാസെ, നീ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? ഞാൻ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ്. യൂദാസെ, നീ എന്താ ഇങ്ങനെ ഗതികെട്ടുപോയത്? ഇതിനേക്കാളും ഭാഗ്യം ആർക്കാ കിട്ടുക?
ഈശോ നേരിട്ട് വിളിച്ച് ഈശോയുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ഈശോയുടെ കൂടെ ഉറങ്ങി ഈശോ കൈവച്ച് പട്ടം കൊടുത്തിട്ടും യൂദാസെ നിനക്ക് എന്തു പറ്റി എന്ന ഒരു സങ്കടവും. പ്രിയ മക്കളെ, അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. യൂദാസിന് ലോകകാര്യങ്ങളിലായിരുന്നു വ്യഗ്രത. പണസഞ്ചി അവന്റെ കയ്യിലുണ്ടായിരുന്നു. ആ പണസഞ്ചി പിടിച്ച് അവൻ വ്യഗ്രതപ്പെട്ട് നടക്കുകയാണ്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാണ് എന്ന് കർത്താവിന്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പഠിച്ച പാഠമാണ്. പ്രിയ മക്കളെ, നിങ്ങൾക്കും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലോകത്തെയും ലോകത്തിൻ്റെ വഴികളെയും ഇഷ്ടപ്പെടുക, നമ്മുടേതായ സ്ഥാനമാനങ്ങളും താല്പര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയുണ്ടാവുക, ഞാൻ എങ്ങനെ കൂടുതൽ വളരണം എന്ന ചിന്ത വെടിയുക. മറിച്ച് ഈശോയോട് ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യവും ഭാഗ്യവും എന്ന സത്യം നിങ്ങളെ നയിക്കട്ടെ. അതിന് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.